ഹായ് ഫ്രണ്ട്സ്, MRLAL വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ ആണേ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു ഓരോ ദിവസവും മക്കളുടെ ലഞ്ച് ബോക്സിൽ എന്താണ് കൊടുത്തു വിടേണ്ടതെന്ന് തലേനെ നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കുമല്ലോ. ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ റൈസാണ്. ഇത് തലേ ദിവസം ചോറ് ബാക്കി വന്നത് എടുത്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം, അന്ന് തന്നെ നമുക്ക് ചോറ് വെച്ചിട്ടായാലും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു മാങ്ങ എടുത്ത് അതിൻ്റെ തോലൊക്കെ ചെത്തി ഒന്ന് വൃത്തിയാക്കുവാണേ. ഇത് ഇത്തിരി വിളഞ്ഞ മാങ്ങയാണ്. ഇത്രയും വിളയണമെന്നില്ല, പച്ച മാങ്ങ വെച്ചിട്ടും ഇങ്ങനെ വിളഞ്ഞ മാങ്ങ വെച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവേ. മാങ്ങ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് അതിന് വൃത്തിയായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണം. വളരെ ചെറുതായിട്ട് നൈസായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണമേ. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മാങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പച്ചയായാലും കുഴപ്പമില്ല. ഇത്തിരി വിളഞ്ഞാൽ ആ ഒരു മധുരവും പുളിപ്പും എല്ലാം കൂടെ ചേർന്ന് വരുമെന്നേ ഉള്ളേ. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉഴുന്നിൻ്റെ കൂടെ കടലപ്പരിപ്പുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. എൻ്റെ ഈ കടലപ്പരിപ്പ് ഇല്ലാഞ്ഞുണ്ട് കേട്ടോ ഉഴുന്ന് മാത്രം ചേർത്തത്. ഉഴുന്നിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2-3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാവേ. ലഞ്ച് ബോക്സ് സീരീസ് വേണം എന്ന് താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പച്ചമുളകിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുവേ. ലെമൺ റൈസിനെ കാട്ടിലും മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ മാംഗോ റൈസിൻ്റേത്. മാങ്ങ അതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആയ ശേഷം അതിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ എടുത്ത മല്ലിയിലയുടെ പകുതി മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് പിന്നീടാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ട അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തോല് കളഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ്. ഒരു അര കപ്പോളം ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ റൈസിന് നൽകുന്നത്. കപ്പലണ്ടി വേണമെങ്കിൽ നമുക്ക് ആദ്യം കടുക് പൊട്ടിച്ച് ഉഴുന്നിടുന്ന സമയത്ത് ഇടാം. ഇവിടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ കപ്പലണ്ടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി തികച്ചും ഓപ്ഷണലാണ്. കളർ ചേഞ്ച് വരണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി ഒരു 1/4 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഈ കായപ്പൊടി ചേർക്കുന്നത് ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ മഞ്ഞൾപ്പൊടിയുടെയും കായപ്പൊടിയുടെയൊക്കെ ആ പച്ച മണം മാറുന്നവരെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാക്കി മല്ലിയിലയും കൂടി അതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത്. ഫൈനലി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചോറുകൂടി അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ കറികളൊന്നും വേണ്ട. വേണമെങ്കിൽ പപ്പടമോ എല്ലാം വെച്ച് കൊടുക്കാം. കുഞ്ഞുങ്ങൾ ലഞ്ച് ബോക്സ് കാലിയാക്കി കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തലേ ദിവസം കുറച്ച് ചോറെടുത്ത് വെച്ചിരുന്ന മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിരുന്നാൽ രാവിലെ നമുക്ക് മക്കൾക്ക് ചെയ്ത് കൊടുത്തു വിടാനായിട്ട് വളരെ ഈസി ആയിരിക്കും. നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഏത് ചോറായാലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവേ. ഓരോ ദിവസവും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ലഞ്ചുകൾ കൊടുത്തു വിടുമ്പോൾ അവർക്ക് കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.